സിറിയയിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് മുന്നേറി വിമതർ. പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ അധികാര കേന്ദ്രമായ തലസ്ഥാനമായ ദമാസ്കും ഹയാത്ത് തഹീർ അൽ ഷാവും വളഞ്ഞിരിക്കുകയാണ് എന്നാണ് വിവരം. അസദിന്റെ ഭരണകൂടത്തിന്റെ ചെറുത്തുനിൽപ്പ് ദുർബലമാണ്. 3 സുപ്രധാന നഗരങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നും വിമോചനത്തിന്റെ അവസാന നിമിഷങ്ങളിലെത്തിയെന്ന് HTS തലവൻ അഹമ്മദ് അൽ ഷാറ അവകാശപ്പെട്ടു. അതിനിടെ അസദ് സുരക്ഷിത സ്ഥാനം തേടി രാജ്യം വിട്ടു എന്ന തരത്തിൽ അഭ്യൂഹവും പടരുന്നുണ്ട്. എന്നാൽ അദ്ദേഹം രാജ്യത്ത് തന്നെയുണ്ടെന്നാണ് ഔദ്യോഗിക വിശദീകരണം. സിറിയൻ സൈന്യം പ്രാന്തപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങാൻ തുടങ്ങിയതിനു പിന്നാലെ സിറിയയിലെ 3ാമത്തെ വലിയ നഗരമായ ഹോംസിൽ തങ്ങൾ പ്രവേശിച്ചതായി HTS വ്യക്തമാക്കി. മെഡിറ്ററേനിയൻ തീരത്ത് ഡമാസ്കിനും അസദിന്റെ ശക്തികേന്ദ്രങ്ങൾക്കുമിടയിലുള്ള നിർണായക പ്രദേശമാണിത്. HTSനെ കൂടാതെ മറ്റു വിമതരും ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. സധേൺ ഓപ്പറേഷൻസ് റൂമിന് കീഴിലുള്ള ഏകീകൃത വിമത വിഭാഗങ്ങൾ 2011 പ്രക്ഷോഭത്തിന്റെ കളിത്തൊട്ടിലായ ദാര പ്രവിശ്യയുടെ നിയന്ത്രണം പിടിച്ചെടുത്തു. അസദിന്റെ പിതാവും മുൻഗാമിയുമായ ഹഫീസ് അൽ അസാദിന്റെ പ്രതിമ തകർത്തതായാണ് വിവരം. തെക്കു പടിഞ്ഞാറൻ നഗരമായ സ്വീഡയുടെയും ഇസ്രായേൽ അധിനിവേശ ഗോലാൻ കുന്നുകൾക്ക് സമീപമുള്ള ക്യുനീത്രയുടെയും നിയന്ത്രണം പ്രതിപക്ഷ വിഭാഗങ്ങൾ ഏറ്റെടുത്തു. അസദിന്റെ ഉറച്ച സഖ്യകക്ഷികളിലൊന്നായ ഇറാൻ സിറിയയിൽ നിന്ന് സൈനിക മേധാവികളെയും നയതന്ത്ര ഉദ്യോഗസ്ഥരെയും ഒഴിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. സ്വന്തം ആഭ്യന്തര വെല്ലുവിളികളും മേഖലയിലെ പിരിമുറുക്കങ്ങളുടെയും അടിസ്ഥാനത്തിലാണിത്. ദമാസ്കിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും ഹോംസ് ഏരിയയിൽ നിന്നും ഹിസ്ബുള്ളയും സൈന്യത്തെയും പിൻവലിക്കുന്നതായി വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്യുന്നു. അസദിന്റെ മറ്റൊരു നിർണായക സഖ്യകക്ഷിയായ റഷ്യയും ഈ പ്രതിസന്ധിയിൽ പിന്തുണയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇതെല്ലാം അസദിനെ ഒറ്റപ്പെടുത്തുകയാണ്. ദമാസ്കിലെ പ്രസിഡൻഷ്യൽ പാലസിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അകലെയുള്ള തെക്കൻ പട്ടണമായ മൊഥാമിയിൽ വിമത കമാൻഡർമാർ സിറിയൻ സൈനികരെ ഒരു പോരാട്ടവുമില്ലാതെ കീഴടങ്ങാൻ പ്രേരിപ്പിച്ചതായി റിപ്പോർട്ടുണ്ട്. ഹോംസിൽ ആയിരക്കണക്കിന് ആളുകൾ സർക്കാർ സേനയുടെ പിന്മാറ്റത്തെ ആഘോഷപൂർവ്വമാണ് എതിരേറ്റത്. അതേസമയം സിറിയയിലെ സാഹചര്യം വഷളായ സാഹചര്യത്തിൽ പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി US-ഉം ഇന്ത്യയും തുർക്കിയും രംഗത്തെത്തി. ചില വിമത വിഭാഗങ്ങളുടെ പ്രധാന പിന്തുണയുള്ള തുർക്കി സിവിലിയന്മാരുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു. തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് എർദോഗാൻ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്തു. സിറിയയിലേക്ക് യാത്ര ചെയ്യുന്നതിൽ ഇന്ത്യ പൗരന്മാർക്ക് അറിയിപ്പും നൽകി. അതേസമയം സർക്കാർ അധീനതയിലുള്ള പ്രദേശങ്ങൾ ഒന്നൊന്നായി വിമതർ പിടിച്ചെടുക്കുന്നതിനിടയിൽ പ്രശ്നത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ ഇറാൻ, റഷ്യ, തുർക്കി എന്നീ രാജ്യങ്ങളിലെ നയതന്ത്രജ്ഞർ ഖത്തറിലെ ദോഹയിൽ യോഗം ചേർന്നു. സിറിയൻ സർക്കാരും വിമതരും തമ്മിലുള്ള രാഷ്ട്രീയ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചതായി യോഗത്തിനു ശേഷം ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷി അറിയിച്ചു. പക്ഷേ വെറും 2 ആഴ്ച മുമ്പാണ് 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സിറിയയിൽ വീണ്ടും യുദ്ധം തുടങ്ങിയത്. US പിന്തുണയുള്ള വിമത സേനകൾ നടത്തിയ മിന്നലാക്രമണത്തിൽ അവർ സിറിയയിലെ 2ാമത്തെ വലിയ നഗരമായ ആലപ്പോ പിടിച്ചെടുത്തു. പിന്നെ തുടർച്ചയായ മുന്നേറ്റം. നിരവധി ചെറു പട്ടണങ്ങൾ പിടിച്ചെടുത്ത അവർ തലസ്ഥാനമായ ഡമാസ്കിലുമെത്തി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം വിമത സൈന്യം തലസ്ഥാനം പിടിച്ചുവെന്നും പ്രസിഡന്റ് ബാഷർ അൽ അസദ് റഷ്യയിലേക്ക് പലായനം ചെയ്തുവെന്നുമാണ്. പക്ഷേ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. റഷ്യ-ഉക്രൈൻ യുദ്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്ന റഷ്യയ്ക്ക് ഇക്കുറി ബാഷർ അൽ അസദിനെ രക്ഷിക്കാൻ കൂടുതൽ സൈന്യത്തെ അയക്കാനോ പ്രതിരോധിക്കാനോ സാധിച്ചില്ല. ബാഷർ അൽ അസാദ് കുടുംബത്തോടൊപ്പം റഷ്യയിലേക്ക് കടന്നതായാണ് റിപ്പോർട്ടുകൾ. വനിതയായ ജൊമാന കറാഷിയാണ് വിമതരുടെ നേതാവ്. ഇവർ പുതിയ പ്രസിഡന്റാവുമെന്നും അഭ്യൂഹമുണ്ട്. ഈ വാർത്തയും സ്ഥിരീകരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.